നമ്മുടെ ഒരു ഡേ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ടാണ് സ്പെൻഡ് ആകുന്നത് കുറെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മോർണിംഗ് റുട്ടീനിലാണ്. ഈ അടുത്ത് വായിച്ച മിക്ക ബുക്കുകളിലും ഇത് തന്നെയായിരുന്നു ഞാൻ വായിച്ചത്. പണ്ടൊക്കെ ഇങ്ങനെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഇല്ലെങ്കിലേ നമുക്ക് ഇഷ്ടം പോലെ വർക്ക് ഉണ്ട്, വീട്ടിന്റെ വർക്കും ഓഫീസിന്റെ വർക്കും പിള്ളേരെ നോക്കലും ടിഫിൻ പാക്ക് ചെയ്യലും കുറേ, അല്ലേ? അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാ വെറുതെ 30-40 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നത്? പക്ഷെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ റുട്ടീൻ ഭയങ്കര സമാധാനത്തോട് സന്തോഷത്തോട് ക്ലാരിറ്റിയോട് കൂടെ നമ്മുടെ ഡേ പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു 30-40 മിനിറ്റ് ഡെയിലി നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ, അപ്പോൾ ഈ ഒരു റുട്ടീന് എനിക്ക് മീ ടൈം എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തൊരു റുട്ടീനാണ്. ഇത് ഒരു ഫ്രൈഡേ വ്ലോഗാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മീൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂവും ചിക്കൻ പൊരിച്ചതും രാത്രി അപ്പമാണ്. രാവിലെ പൂരിയായിരുന്നു, തലേന്ന് വെച്ച മീൻകറി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഉഷാറായിട്ട് കഴിച്ച് ഉച്ചക്കത്തെ ലഞ്ചിന്റെ പ്രിപ്പറേഷനിക്ക് വേണ്ടി കയറി. ഞാനുണ്ടല്ലോ എപ്പോഴും വിചാരിക്കും 12 മണിക്ക് മുമ്പ് എൻ്റെ എല്ലാ സംഭവങ്ങളും തീർത്തിട്ട് സമാധാനത്തോടെ ഇരിക്കണമെന്ന്. എൻ്റെ വർക്ക് കൂടുതലും വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിക്കങ്ങനെ പുറത്തു പോയി ചെയ്യുന്ന ആവശ്യമില്ല. എന്നാലും 12 മണിക്ക് മുമ്പ് ഡിന്നറിനുള്ള കറിയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ പിന്നെ കിച്ചൻ്റെ അങ്ങോട്ടേക്ക് നോക്കണ്ടല്ലോ എന്ന്. പക്ഷെ അത് അത്രയും ഒന്നും ശരിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ് ഇത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ സവോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡ് ബൈ സൈഡ് ഞാൻ നെയ്ച്ചോറിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്, അതിൻ്റെ റെസിപ്പി സ്പെസിഫിക്കലി പറയുന്നില്ല. എന്നിട്ട് സവോള ഒന്ന് വഴറ്റി വരുമ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കളറായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ക്യാരറ്റും ചിക്കനും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കംപ്ലീറ്റ്ലി വേവിക്കുന്നവരെ വെക്കുക. സൈഡ് ബൈ സൈഡ് ചിക്കൻ പൊരിക്കലും ബാക്കി ഒതുക്കലും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ചെയ്താൽ അധികം നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ആവശ്യം വരുന്നില്ല. അപ്പോൾ ചിക്കൻ കറിയുടെ ചിക്കൻ വെന്ത് വന്നപ്പോൾ നമ്മൾ പൊട്ടറ്റോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുക്ക് ചെയ്തിട്ട് ബോയിൽ ചെയ്ത പൊട്ടറ്റോ അതിലാക്കി ഇട്ട് കൊടുക്കുക. പകുതി പൊട്ടറ്റോ ഹോളായിട്ട് ഇട്ടിട്ട് ബാക്കി പകുതി ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. നല്ല കട്ടിയുള്ള ഒരു മീഡിയം തിക്നെസ്സിൽ വരുന്ന പാൽ ഒഴിച്ചിട്ട് മേളിൽ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ഗീയും പിന്നെ ഇതിനു വേണ്ടി ഞാൻ കാരമലൈസ്ഡ് ഓണിയൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കിഷ്മിഷും പിന്നെ വന്നിട്ട് കാഷ്യൂ അല്ലേ അത് ഇടുക. അടച്ചു വെക്കുക, ഒരു സ്പൂൺ നെയ്യും കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഇത്. അപ്പോൾ ഈ ചിക്കൻ സ്റ്റൂ തന്നെയായിരുന്നു രാത്രി എടുത്തത്. ഒരു ഇൻസ്റ്റന്റ് അപ്പത്തിന്റെ റെസിപ്പി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പം അത് വേണമെങ്കിൽ താഴെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ അപ്പത്തിന് വേണ്ടി കുറെ ഇങ്ങനെ കുതിർത്ത് വെക്കണം, ഫെർമെന്റേഷൻ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.